താരം മെഡിക്കൽ കോളേജിൽ വയറ്റിനുള്ളിൽ കത്രിക മറന്നുവെച്ച് ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ ഷാഹിദ എന്ന മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ. ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയെന്നും പിന്നീട് ചെക്കപ്പിന് പോലും ഉഷ ആശുപത്രിയിൽ എത്തിയില്ലെന്നും പ്രിൻസിപ്പലിന്റെ വിചിത്രവാദം. കത്രിക വയറ്റിൽ മറന്നുവെച്ച സംഭവം പുറത്തു പറയരുതെന്ന് പറഞ്ഞിട്ടില്ലെന്നും ആശുപത്രി അധികൃതർ. സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, സർവത്ര മലക്കം മറിച്ചിലാണിപ്പോൾ കാണുന്നത്. നിലവിൽ ഇപ്പോൾ ഈ വയറ്റിനുള്ളിൽ കത്രിക മറന്നുവച്ച ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ നൽകുന്ന ചില ന്യായീകരണങ്ങളുണ്ട്. എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്? ഇത്തരത്തിൽ വീഴ്ച സംഭവിച്ചത് അല്ലെങ്കിൽ കത്രിക വയറിൽ കുടുങ്ങിയത് ഈ വണ്ടാനം മെഡിക്കൽ കോളേജിൽ 2021 മെയിൽ നടത്തിയ ശസ്ത്രക്രിയയിൽ തന്നെ ആണെന്ന നിഗമനമാണ് ഇവർക്കുള്ളത്. ഇത് സംബന്ധിച്ച് അന്വേഷണത്തിന് 4 അംഗ സമിതി ഡോക്ടർ ലക്ഷ്മി ആറമ്മയായിട്ടുള്ള ഡോക്ടർ ലക്ഷ്മി നേതൃത്വം നൽകുന്ന 4 അംഗ സമിതിയെ നിയോഗിച്ചിരിക്കുകയാണ്. അവർ 1 മണിക്കൂറിനുള്ളിൽ തന്നെ സംബന്ധിച്ച് പരിശോധിച്ച് റിപ്പോർട്ട് നൽകുമെന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ സംഭവിച്ചത് വലിയ വീഴ്ച തന്നെയാണ്, നിർഭാഗ്യകരമായ കാര്യമാണ് എന്ന് ഡോക്ടർ പത്മകുമാറും അതോടൊപ്പം തന്നെ ഡോക്ടർ ഹരികുമാറും സമ്മതിക്കുന്നുണ്ട്. എന്നാൽ ഇത്തരത്തിലൊരു വീഴ്ച ഉണ്ടായതിനെങ്കിൽ പോലും ഇതിനു ശേഷം ഒരു തുടർ ചികിത്സയ്ക്കോ ചെക്കപ്പിന് ഒന്നുമായി ഈ ഉഷ പിന്നീട് ആശുപത്രിയിലേക്ക് വന്നിട്ടില്ല എന്നതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ വന്നിരുന്നെങ്കിൽ ആ കാലത്ത് തന്നെ ഇത് കണ്ടെത്തിയേനെ. ഇത് സംബന്ധിച്ച് ഈ ശസ്ത്രക്രിയ നടക്കുമ്പോൾ ഉപയോഗിച്ച ഉപകരണങ്ങളുടെ എണ്ണവും ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഉണ്ടായിരുന്ന ഉപകരണങ്ങളുടെ എണ്ണവും അന്നത്തെ നേഴ്സ് രജിസ്റ്ററിൽ എഴുതി സൂക്ഷിച്ചിട്ടുണ്ട്. മുഴുവൻ ഉപകരണങ്ങളും ഉണ്ട് എന്നാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് മാത്രമേ ഇപ്പോൾ പരിശോധിക്കാൻ കഴിയൂ എന്നതാണ് ഇവരുടെ ഒരു ന്യായീകരണം. അന്ന് ഡോക്ടർ ലളിതാംബിക ആയിരുന്നില്ല ശസ്ത്രക്രിയ നടത്തിയിരുന്നത്, ഡോക്ടർ ഷാഹിദ എന്ന അന്നത്തെ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിരുന്നു. അവരിപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ജോലിയിലുള്ളത്. അവരുമായും ഈ പ്രത്യേക സംഘം നിയോഗിച്ചിട്ടുള്ള അന്വേഷണ സംഘം അവരുമായും വിവരങ്ങൾ ആരായും എന്നതാണ് ഇപ്പോൾ പറയുന്നത്. അത്തരത്തിൽ ഇതിനെ ലഘൂകരിച്ച് കാണുന്നില്ല എന്നും അവർ വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ ഈ വയറിനുള്ളിൽ കൊടുക്കുന്ന ഒരു കത്രികയായാലും ഇത്തരം ഉപകരണങ്ങൾ എത്ര വർഷം ഇരുന്നാലും അതുകൊണ്ട് പ്രശ്നമുണ്ടായില്ല എന്നും ഇപ്പോഴുണ്ടായിരിക്കുന്ന പ്രശ്നം മറ്റ് കിഡ്നി സ്റ്റോണുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ചികിത്സ തേടിയതെന്നും അതിൽ അവിചാരിതമായി ഈ കത്രിക കണ്ടെത്തുകയായിരുന്നുവെന്നും കത്രിക വയറിലുണ്ടായിരുന്നതുകൊണ്ട് അവർക്ക് ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടായതായി ഇതുവരെയും അറിയില്ല എന്നുമാണ് പിന്നെ വണ്ടാനം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും അതോടൊപ്പം തന്നെ സൂപ്രണ്ട് ഡോക്ടർ ഹരികുമാറും വ്യക്തമാക്കുന്നത്. ഈ രീതിയിൽ ഇന്ന് തന്നെ ഈ പരിശോധന നടത്തിയ റിപ്പോർട്ട് ഇന്ന് തന്നെ അത് ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് കൈമാറും എന്നും സൂചിപ്പിക്കുന്നു. ഈ വാർത്താ സമ്മേളനം നടക്കുന്നതിനിടയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയതോടെ വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഈ പ്രത്യേക സമിതി അവർ ഇപ്പോൾ ഇത് സംബന്ധിച്ച് അന്നത്തെ ഫയലും മറ്റും പരിശോധിച്ച് അന്നത്തെ അതിൽ പങ്കെടുത്ത ജീവനക്കാരുമായും ആശയവിനിമയം നടത്തുകയാണ്. അതിൽ ലളിതാംബി എന്ന യൂണിറ്റ് ചീഫ് ഒഴികെയുള്ളവരെല്ലാം തന്നെ ഇന്നും ആരോഗ്യവകുപ്പിന്റെ സർവീസിലുണ്ട്. അതിൽ പല ആശുപത്രികളിലാണ്. ഏതാനും നഴ്സിംഗ് ജീവനക്കാർ ഇപ്പോഴും വണ്ടാനം മെഡിക്കൽ കോളേജിൽ തന്നെയുമുണ്ട്. ഡോക്ടർമാരൊക്കെ തന്നെയും ഇവിടുന്ന് സ്ഥലം മാറിപ്പോയി എന്നതാണ് നമുക്ക് ഡോക്ടറും ഈ ആശുപത്രി പ്രിൻസിപ്പലിൽ നിന്നും അതോടൊപ്പം തന്നെ സൂപ്രണ്ടിൽ നിന്നും അറിയാൻ കഴിയുന്നതും. രോഹിണി, സുധീഷ്, സർവത്ര ആശയക്കുഴപ്പമാണല്ലോ ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഡോക്ടർ ഷാഹിദ എന്ന വ്യക്തിയാണ് ഈ ശസ്ത്രക്രിയ നടത്തിയത് എന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പറയുന്നു. അതോടൊപ്പം അതിനുശേഷം ഉഷ അവിടെ ചെക്കപ്പിന് പോലും വന്നിട്ടില്ല എന്നുള്ളൊരു വിചിത്രവാദവും ഉന്നയിക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നു. താൻ അവിടെ ആശുപത്രിയെ സമീപിച്ചിരുന്നു. അപ്പോൾ ഇത് താൽക്കാലികമായുള്ള ഒരു അസ്വസ്ഥതയാണെന്നും മരുന്ന് കഴിച്ചാൽ മാറുമെന്നുമൊക്കെ പറഞ്ഞ് ആദ്യഘട്ടങ്ങളിൽ മരുന്ന് നൽകി എന്നുള്ളതും ഉഷ വ്യക്തമാക്കിയതാണെന്ന് മാത്രമല്ല, നിലവിൽ ഈ കത്രിക കണ്ടെത്തി കഴിഞ്ഞപ്പോൾ ഇത് പുറത്തു പറയരുത് എന്നുള്ള രീതിയിൽ ഒരു താക്കീത് കൂടി വരികയുണ്ടായി. അപ്പോൾ നിലവിൽ ഇപ്പോൾ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പറയുന്നതിലുള്ള ഒരു അവ്യക്തത ആരെയൊക്കെയോ സംരക്ഷിക്കാൻ വേണ്ടി എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ധോണി, തീർച്ചയായും അങ്ങനെ തന്നെ വേണം നമുക്ക് കാണാൻ. കാരണം ഇന്നലെ ഈ ഉഷ ശസ്ത്രക്രിയയ്ക്ക് വിധേയായ ഉഷ പറഞ്ഞിരുന്നു വീണ്ടും രക്തസ്രാവവും പഴുപ്പും മറ്റും ഉണ്ടായതിനെ തുടർന്ന് വണ്ടാനത്ത് തന്നെ 2 തവണ ആ ശസ്ത്രക്രിയയ്ക്ക് ശേഷം അടുത്ത ദിവസങ്ങളിൽ തന്നെ 2 തവണ ചെന്നിരുന്നെങ്കിലും അതിന് ചില മരുന്നുകൾ നൽകുകയും ഡ്രഗ് ചെയ്യുകയും ചെയ്ത ശേഷം മടക്കി അയക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്നതാണ് ഉഷ ഇന്നലെ വ്യക്തമാക്കിയത്. ആ ഉഷയുടെ പ്രസ്താവനയ്ക്ക് നേർ വിപരീതമായാണ് ഇപ്പോൾ ഈ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും
അതോടൊപ്പം തന്നെ സൂപ്രണ്ടും വ്യക്തമാക്കുന്നത് തുടർ ചികിത്സയ്ക്കോ ചെക്കപ്പിനോ ഒന്നും തന്നെ ആശുപത്രിയിലേക്ക് എത്തിയിരുന്നതായി ഒരു രേഖകളും ഇല്ല എന്നതാണ് ഇവർ വ്യക്തമാക്കുന്നത്. അത് തന്നെ ഒരു തെറ്റിദ്ധരിപ്പിക്കുന്നതാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. അതേ സാഹചര്യത്തിൽ തന്നെയാണ് ശസ്ത്രക്രിയക്കിടയിൽ കുടുങ്ങിയ ഈ കത്രിക വയറ്റിൽ ഇരുന്നാൽ ഒരു കുഴപ്പവുമില്ലെന്ന വിശദീകരണം. ഈ രീതിയിലെല്ലാം തന്നെ ഇതിനെ ലഘൂകരിക്കാനുള്ള ഒരു ശ്രമം ഇതിനെ ഗൗരവമായി കാണുന്നു എന്ന് പറയുമ്പോഴും ആശുപത്രി അതുപോലെ ആരോഗ്യവകുപ്പ് അധികൃതരുടെയും ഭാഗത്തുനിന്ന് ഉണ്ട് എന്ന് തന്നെ നമുക്ക് അനുമാനിക്കേണ്ടി വരും. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഉഷ വണ്ടാനം മെഡിക്കൽ കോളേജ് തുടർ ചികിത്സയ്ക്ക് വരാതെ ഇപ്പോൾ സ്വകാര്യ ആശുപത്രി ശസ്ത്രക്രിയയ്ക്കായി പോയിരിക്കുന്നത്. അത് നമുക്ക് സ്വാഭാവികമായും മനസ്സിലാക്കാവുന്നതാണ്. ഇത്ര കണ്ട് വീഴ്ച വരുത്തിയ ഒരു ആശുപത്രിയിൽ വീണ്ടും ആ കത്രിക പുറത്തെടുക്കുന്നതിന് ചികിത്സ തേടുന്നതിനും പരിമിതികളുണ്ട്. മാനസികമായി അത് ബുദ്ധിമുട്ടുണ്ടാക്കും, ഭയമുണ്ടാക്കും എന്ന കാര്യത്തിൽ നമുക്ക് സംശയിക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുന്നത്. ഈ സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ മൊത്തത്തിൽ വാർത്തയായും സർക്കാരിനും ആരോഗ്യവകുപ്പിനും വലിയ മാനക്കേടുണ്ടാക്കിയ ഈ സംഭവത്തിലാണ് ഇപ്പോൾ ഒരു അന്വേഷണ സംഘത്തെ വെച്ചുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ശ്രമം നടക്കുന്നത്. ആ ഒരു ശ്രമത്തിന്റെ ഭാഗമായി തന്നെയാണ് 1 മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു സമിതിയെ നിയോഗിച്ചിട്ടുള്ളത്. രോഹിണി, സുധീഷ്, അതോടൊപ്പം തന്നെ ആരോഗ്യ വകുപ്പ് ഏത് രീതിയിലുള്ള നടപടികളാണ് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ആരോഗ്യമന്ത്രി ഇതിനെതിരെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടായത് എന്നൊക്കെ ആരോഗ്യമന്ത്രി പറയുന്നുണ്ട്. നേരത്തെ നമ്മൾ കണ്ടതാണ് അമ്പലപ്പുഴ MLA H. സലാമിന്റെ പ്രതികരണം. പക്ഷേ ഇതൊക്കെ നമുക്ക് രാഷ്ട്രീയമായിട്ടുള്ള ഇവരുടെ പ്രതികരണങ്ങളൊക്കെ മാറ്റി നിർത്താം. ഈ സിസ്റ്റത്തെ ആര് ശരിയാക്കുമെന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഒരു തുടർ നടപടി എന്നോണം ഉഷയുടെ കുടുംബം ആവശ്യപ്പെടുന്നത് എന്താണ്? അതോടൊപ്പം ആരോഗ്യവകുപ്പ് ഇനി സ്വീകരിക്കാൻ പോകുന്ന നടപടികൾ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? ഇപ്പോൾ ആരോഗ്യമന്ത്രി തന്നെ ഒരു സമിതിയെ അന്വേഷണത്തിനായി നിയോഗിച്ചിട്ടുണ്ട്. അതിന് പുറമെയാണ് ആശുപത്രി സൂപ്രണ്ടിന്റെയും പ്രിൻസിപ്പലിന്റെയും നേതൃത്വത്തിൽ ഒരു സമിതിയെ നിയോഗിച്ചിരിക്കുന്നു. ഇതേ സാഹചര്യത്തിൽ തന്നെ നമുക്കിതിൽ കാണേണ്ട ഒരു കാര്യമുണ്ട്. കൃത്യമായും ശസ്ത്രക്രിയ നടത്തുമ്പോൾ ഒരു ഫ്ലോർ ചാർജ് ഒരാളെ, ഒരു നേഴ്സിനെ നിയോഗിക്കുകയും അവർ ഇത്തരത്തിൽ ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന എന്തൊക്കെ ഉപകരണങ്ങളുണ്ട്, എത്രണ്ണം വീതമുണ്ട് എന്നതെല്ലാം സംബന്ധിച്ച് വിശദമായ ഒരു രേഖകൾ സൂക്ഷിക്കുകയും അതിന് ശസ്ത്രക്രിയ പൂർത്തിയായതിനു ശേഷം വീണ്ടും അവ എണ്ണ ചിട്ടപ്പെടുത്തി കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്തുകയും അത് ബോർഡിൽ എഴുതി സൂക്ഷിക്കുകയും അതോടൊപ്പം തന്നെ ഫയലിൽ സൂക്ഷിക്കുകയും ചെയ്യണമെന്നാണ് നിയമം. ആ നിയമം പാലിച്ചിരുന്നില്ല. അത് ജീവനക്കാരുടെ കുറവ് കൊണ്ടാണ് എന്ന് പറയുന്നു. എന്നാൽ ഈ സർജറിയിൽ ഇപ്പോൾ ഫയലുകൾ പരിശോധിച്ചതിൽ അത്തരം രേഖകളുണ്ട്, എണ്ണം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, തുല്യമായിരുന്നു എന്നും ഈ കോളേജ് പ്രിൻസിപ്പലും സൂപ്രണ്ടും തന്നെ വ്യക്തമാക്കുമ്പോൾ ഇന്ന് യൂണിറ്റ് ചീഫ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അത്തരമില്ല, അങ്ങനെ ഒരു സംവിധാനം ഇല്ലാത്തതിന്റെ പോരായ്മ കൊണ്ടുണ്ടായ കുഴപ്പമാവും, ഓർമ്മയിൽ ഓർത്തു വെക്കുക മാത്രമാണ് ചെയ്യുന്നത്, ആ ഓർമ്മപ്പിശകിലുണ്ടായ വീഴ്ചയാകാം എന്ന് സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇതെല്ലാം തന്നെ പരസ്പര വിരുദ്ധമാണ്. അതോടൊപ്പം തന്നെയാണ് ഇന്നത്തെ പ്രിൻസിപ്പലും സൂപ്രണ്ടും നടത്തിയ വാർത്താ സമ്മേളനത്തിലും ഈ ഏത് ഡോക്ടറായിരുന്നു ശസ്ത്രക്രിയ നടത്തിയത് എന്നത് ആവർത്തിച്ച് ചോദിക്കുമ്പോൾ മാത്രമാണ് ആ ഡോക്ടറുടെ പേര് വെളിപ്പെടുത്തുന്നത്. അപ്പോൾ തന്നെ നമുക്കറിയാം ആ ഡോക്ടറെ സംരക്ഷിക്കുന്നതിനുള്ള സമീപനമാണ് ആരോഗ്യവകുപ്പ് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ഡോക്ടറിന്റെ പേര് പറയാൻ പോലും ആദ്യം അവർ അല്പം മടി കാണിക്കുന്നത്. മറ്റു ജീവനക്കാരുടെ പേര് അത് വെളിപ്പെടുത്തുന്നതിന് വലിയ മാനസിക പ്രയാസം ഈ ആശുപത്രി ജീവനക്കാരിലെ ആശുപത്രി സൂപ്രണ്ടിന്റെയും പ്രിൻസിപ്പലിന്റെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നത് തന്നെ ഏറ്റവും വലിയ അവരെ സംരക്ഷിക്കപ്പെടേണ്ടവരാണ് എന്ന ലക്ഷ്യത്തോടെയാണ് ഇവർ മുന്നോട്ട് നീങ്ങുന്നത് എന്നതിന്റെ സൂചനയാണ്. അതുകൊണ്ട് തന്നെ ഏത് അന്വേഷണം നടന്നാലും ഇതിൽ കൃത്യമായ നടപടി ഉണ്ടാകാനുള്ള സാധ്യത വിരളമാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇവർക്ക് അർഹമായ ഒരു നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള നടപടി സർക്കാർ സ്വീകരിക്കുമോ എന്നതും ഇനി നോക്കിക്കാണേണ്ടതാണ്. രോഹിണി, സുധീഷ്, അതോടൊപ്പം അവിടെ പ്രതിഷേധം ഇപ്പോഴും പുരോഗമിക്കുകയാണോ? വലിയ രീതിയിലുള്ള പ്രതിഷേധമാണല്ലോ ഉണ്ടായത്. ധോണി, വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ്. നിരവധി പോലീസുകാരെ ഇവിടെ വിന്യസിപ്പിച്ചിരുന്നെങ്കിലും പ്രതിഷേധക്കാർ അവരുടെ കയറിന് വെട്ടിച്ച് ഈ 2ാം നിലയിലെ ഈ വാർത്താ സമ്മേളനം നടക്കുന്ന ഹാളിലേക്ക് വരികയും അവിടെ സൂപ്രണ്ടിനും പ്രിൻസിപ്പലിനും മുന്നിലായി മേശപ്പുറത്ത് കുത്തിയിരുന്നുകൊണ്ട് ആരോഗ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും മറ്റും എതിരായി മുദ്രാവാക്യം മുഴക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. തുടർന്ന് പോലീസ് എത്തി അവരെ താഴേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവരികയായിരുന്നു. ഇപ്പോഴും ആ പ്രതിഷേധം തുടരുന്നു എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഇനി BJP നേതൃത്വത്തിലുള്ള പ്രതിഷേധവും അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടേക്ക് വരും. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധമാണ് ആശുപത്രിക്ക് ഉള്ളിലേക്ക് കടന്നത്. അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. രോഹിണി, ശരി, സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.